അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാട്ടെ. ആമീൻ. നമ്മൾ സൂറ നജ്മ് 12 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ആയത്തുകളുടെ ഒരു വിഷയം നമ്മളെ മനസ്സിലുണ്ടാകണം. ഈ ആയത്തുകൾ വഹീനെ കുറിച്ചാണ് ഈ സൂറത്ത് പറഞ്ഞു തുടങ്ങുന്നത്. അതേസമയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വഹി എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം എന്നതിൻ്റെ യുക്തിപരമായ വശം ഖുർആൻ വേറെ സ്ഥലത്ത് ധാരാളമായി പറയുന്നുണ്ട്. ഈ സൂറത്തിൽ അതിൻ്റെ ഒരു ചിത്രീകരണം എന്ന് വെച്ചാൽ ശരിക്കും വഹി എങ്ങനെയാണ് നടക്കുന്നത് എന്നതിൻ്റെ ആ നിമിഷത്തെ ചിത്രീകരിച്ചുകൊണ്ട് കുറേ കൂടെ വൈകാരികവും അനുഭവപരവുമായിട്ട് വഹീനെ നമുക്ക് പരിചയപ്പെടുത്താണ് ഈ സൂറത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വഹി എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യത, അതേപോലെ ജിബ്രീലിനെ കുറിച്ച് വിശദീകരിച്ചു. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ടുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുക. ഈ ആയത്തുകൾ മിഅ്റാജിനെ കുറിച്ചാണ്. ഇസ്രാ മിഅ്റാജ് നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിജ്റക്ക് 1 വർഷം മുന്നേ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ മിഅ്റാജ് പ്രവാചകന്റെ വഹീനോടനുബന്ധിച്ച് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് ആത്മീയമായിട്ട് വേറെയും അള്ളാഹുവുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങൾ സാധ്യമാണ് എന്നത് കാണിക്കാൻ വേണ്ടി വഹി പറയുന്നതോടൊപ്പം തന്നെ ഇതല്ലാത്ത മറ്റനുഭവങ്ങളും പ്രവാചകന് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാണ്. അതേസമയം ഈ ആയത്തിലും മിഅ്റാജിൻ്റെ ഒരു യുക്തിപരതയല്ല പറയുന്നത്, അതിൻ്റെ ഒരു ചിത്രീകരണവും അനുഭവപരമായിട്ടുള്ള വശമാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വിശ്വാസം, ഖുർആൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെല്ലാം യുക്തിപരത മാത്രം വെച്ചുകൊണ്ടല്ല, മനുഷ്യനെ വൈകാരികമായി ടച്ച് ചെയ്യുക എന്നുള്ളതും ഖുർആൻ്റെ വളരെ പ്രധാനപ്പെട്ട ശൈലിയിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ആയത്തുകളിലേക്ക് പോയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ബുദ്ധി കൊണ്ട് കേൾക്കരുത്, ഹൃദയം കൊണ്ടാണ് ഈ ക്ലാസ് കേൾക്കേണ്ടത്. എന്നാലേ നമുക്ക് മാതിരി നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഇത് മനസ്സിലാവില്ല. എവിടെ ഉണ്ടാകണം? ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിറാ ഗുഹൻ്റെ പരിസരത്തായിരുന്നു. ഇന്ന് നമ്മൾ മിഅ്റാജിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ആകാശത്തിലേക്ക് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. 13-ാമത്തെ ആയത്ത്, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ. വലഖദ് റആഹു കണ്ടിട്ടുണ്ട്, അദ്ദേഹം കണ്ടിട്ടുണ്ട്. നസ്ലതൻ ഉഖ്റ, നസ്ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കമാണ്, ഒരു മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതാണ് നസ്ൽ എന്ന് പറയാം. നസ്ലതൻ ഉഖ്റ, മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ആരെ കണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വഹിയിൽ കണ്ടതുപോലെ മറ്റൊരു ഇറക്കത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഇവിടെ എവിടെയും ഇസ്രാ മിഅ്റാജ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതേസമയം അള്ളാഹു ഇവിടെ ഫോക്കസ് ചെയ്യുന്ന വാക്ക് നസ്ലാണ്. എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശം എന്നതൊക്കെ നമ്മൾ ഊഹിക്കുന്നതാണ്. അള്ളാഹു എവിടെയെന്നുള്ളത് ശരിക്ക് അള്ളാഹ് എവിടെയാണെന്നുള്ളതൊന്നും നമുക്കിങ്ങനെ കറക്റ്റ് മുഹൂർത്തമായി പറയാൻ കഴിയില്ല. അതേസമയം അള്ളാഹു മുകളിലും മലക്കുകളൊക്കെ മുകളിലും നമ്മളും താഴെ എന്ന് പറയുന്നതിൻ്റെ കാരണം അവരാണ് ഉയർച്ചയിൽ എന്നുള്ളതും നമ്മളാണ് എന്നുള്ളത് ആത്മീയമായിട്ടൊക്കെ നമ്മൾ അതിൻ്റെ താഴെയാണ് എന്ന് കാണിക്കാനാണ് പറയുന്നത്. 14-ാമത്തെ ആയത്ത് എന്നിട്ട് അതിനെ വിശദീകരിക്കുകയാണ്, ആ സ്ഥലത്തെ വിശദീകരിക്കുകയാണ്. ഇന്ദ സിദ്റത്തിൽ മുൻതഹ, എവിടെ വെച്ചാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടത്? സിദ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇലന്ത മരമാണ് സിദ്റ. സിദ്റത്തൽ മുൻതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ അവസാനത്തെ പരിധിക്കാണ് മുൻതഹ എന്ന് പറയാം. അപ്പം ഏറ്റവും അറ്റത്തുള്ള സിദ്റയുടെ അടുത്ത് വെച്ചാണ് ആരെ കാണുന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണുന്നത്. ഇങ്ങനെ പറയുമ്പോൾ കുറെ കൂടെ നമുക്ക് ഏതോ ഒരു അറ്റവും അതിരുമൊക്കെ നമ്മുടെ മനസ്സിൽ വരും, ഒരു ഇലന്ത മരം വരും. ചിത്രീകരണത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ഖുർആൻ്റെ, നമുക്ക് ശരിക്കും മനസ്സിൽ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു ഇലന്ത മരം ഉണ്ട്, അതിരുണ്ട്. ആ അതിരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സാധ്യമായ ആത്മീയമായതിൻ്റെ അതിരാണ് ആ മുൻതഹ. ആ അതിരിൽ വെച്ചുകൊണ്ട് ഇലന്ത മരത്തിൻ്റെ സിദ്റൻ്റെ അടുത്ത് വെച്ചാണ് ആരെ കാണുന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണുന്നത്. 15-ാമത്തെ ആയത്തിൽ ഇൻദഹ ജന്നത്തുൽ മഅ്വ, അതിൻ്റെ അടുത്താണ് എന്ത്? ജന്നത്തുൽ മഅ്വ. മഅ്വ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രമാണ്.
അപ്പം നമ്മൾ ഏറ്റവും അവസാനം പോയി അഭയം തേടി വസിക്കാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ ജന്നത്താണ് ജന്നത്തുൽ മഅ്വ. അത് ഏതിൻ്റെ അടുത്താണ്? ഈ സിദ്റയുടെ അടുത്താണ്. ഇത് യഗ്ഷ സിദ്റത്തമായ യഗ്ഷ, ഭയങ്കര പ്രയോഗമാണ്, ഭയങ്കര സുന്ദരമായ പ്രയോഗമാണ്. ഇത് യഗ്ഷ സിദ്റത്തമായ യഗ്ഷ. യഗ്ഷ യഗ്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ മൂടുന്നതിനാണ് പറയാം. ഇത് യഗ്ഷ സിദ്റ, ആ സിദ്റനെ മൂടി. എന്താണ് മൂടിയത്? മാ യഗ്ഷ, എന്താണോ മൂടേണ്ടത് അതാണ് മൂടിയത്. അത് പിന്നെ എന്ന് വെച്ചാൽ ആത്മീയമായ അനുഭവമാണ് പറയുന്നെങ്കിൽ പോലും ആത്മീയമായി നമുക്കൊരു പരിധിയിലപ്പുറം അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് എന്തുണ്ട്? ആ പ്രയോഗത്തിലുണ്ട്. എന്താണോ അതിനെ മൂടേണ്ടത് അത് മൂടി എന്ന് പറഞ്ഞാൽ അത് എന്തും ആകാം. പടച്ചവന്റെ പ്രകാശമാകാം, അള്ളാന്റെ സാമീപ്യമാകാം, എന്തുമാകാം. അപ്പൊ അങ്ങനെ ഒരു പിന്നെ നമുക്ക് തന്നെ നമ്മുടെ അറിവിന്റെ പരിധി കാണിക്കുന്നത് ഒരു പ്രയോഗമാണ്. അതേസമയം വളരെ സുന്ദരമായിട്ടുള്ള പ്രയോഗമാണ്. 17-ാമത്തെ ആയത്തില് മാ സഗൽ ബസറു വമാ തഗ. മാ സഗ, സഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റുക എന്നാണ് അർത്ഥം, തെറ്റുക. സഗൽ ബസർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടി തെറ്റിയില്ല. അതേപോലെ വമാ തഗ, തഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിര് കടക്കലാണ്. അദ്ദേഹത്തിന്റെ ദൃഷ്ടി എന്ത് ചെയ്തില്ല? അതിര് കടന്നും ഇല്ല. ഇതും ആത്മീയതയുടെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരാണ്. ഒന്ന് ആത്മീയത അനുഭവിക്കാൻ കഴിയണമെങ്കിൽ സഗൽ ബസർ നടക്കരുത്, ദൃഷ്ടി വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, പടച്ചവനിൽ ഫോക്കസ് ആയിട്ടുള്ള ദൃഷ്ടി. അതേസമയം അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിന് അനുവദിച്ചതിൻ്റെ അപ്പുറമുള്ളൊരു പരിധി തേടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം പോയിട്ടുമില്ല എന്ന് പറയുന്നത് ആത്മീയതയുടെ അതിരും. അതേസമയം ആത്മീയത എങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. 18-ാമത്തെ ആയത്തിൽ ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, എന്നിട്ട് അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ വളരെ വലിയ ആയത്തുകൾ എന്ത് ചെയ്തു? അവിടെ കണ്ടു. എത്രയാണ് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ മിഅ്റാജിൻ്റെ, ഇസ്രാ മിഅ്റാജിൻ്റെ സംഭവമാണ് ഇവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. മിഅ്റാജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖവർഷത്തിൽ പ്രവാചകൻ ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ഇസ്രാ എന്ന് പറയുന്നത് രാത്രി യാത്രക്ക് പറയുന്ന അറബി പദമാണ് ഇസ്രാ. അത് പിന്നെ കഅബയിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനെയാണ് ഇസ്രാ എന്ന് പറയുക. മിഅ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരുക എന്നാണ് അർത്ഥം. ഉറൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരുക, പടിപടിയായി ഉയരുക എന്ന അർത്ഥമാണ്. മാരിജ് എന്ന് ഖുർആനിലൊരു സൂറത്തുണ്ട്, സൂറ മാരിജ്. അപ്പം മിഅ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മസ്ജിദുൽ അക്സയിൽ നിന്നും പിന്നെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക്, ഈ സിദ്റ അതിൻ്റെ അടുത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തതിനെയാണ് മിഅ്റാജ് എന്ന് പറയുക. ഖുർആനിൽ ഇസ്രാ എന്നത് സൂറ ഇസ്രായിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. മിഅ്റാജ് എന്നുള്ളത്, മിഅ്റാജ് എന്ന പദം ഹദീസിൽ വന്നതാണ്. അതേസമയം മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ സൂറത്താണ് എന്ത്? സൂറ നജ്മ്. അപ്പൊ ഇസ്രാ പ്രയോഗിച്ചത് എവിടെയാണ്? സൂറ ഇസ്രായിലാണ്. മിഅ്റാജിന്റെ പ്രയോഗം പ്രയോഗിച്ചത് സൂറ നജ്മിലാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹു ഇതൊന്നും എന്തോ ഒരു സംഭവം നമുക്ക് വിവരിച്ചിട്ട് നമ്മളങ്ങനെ ഒരു വല്ലാത്ത എവിടെയോ കൊണ്ടുപോകാൻ ഒരു ലക്ഷ്യമില്ലാതെ പറയുന്നതല്ല. മിഅ്റാജ് ഇവിടെ ഉപയോഗിച്ചത് വഹീനെ പരിചയപ്പെടുത്താനാണെങ്കിൽ ഇസ്രാ അവിടെ ഉപയോഗിച്ചത് ഇസ്ലാമിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് പറയാനാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ വിശദീകരിക്കാം. എന്താണ് ഇസ്രാ മിഅ്റാജിൽ സംഭവിച്ചത്? ഒരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം കഴുകുകയും അതിൽ വിശ്വാസവും വിവേകവും നിറക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പിന്നെ മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട്, പ്രവാചകന്മാർക്ക് ഇമാമായിട്ട് നമസ്കരിക്കുകയും പിന്നെ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ഈ സിദ്റത്തുൽ മുൻതഹ എന്ന വാനലോകത്തിലേക്ക് പോവുകയും അവിടെ പ്രവാചകന്മാരെയൊക്കെ കാണുകയും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് ഒരു അനുഭവം ഉണ്ടാവുകയും പിന്നീട് മസ്ജിദ് അക്സയിലേക്ക് തിരിച്ചു വരികയും പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ കഅബയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണം, എന്തിനാണ് അള്ളാഹു ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. കാരണം പ്രവാചകൻ അത് അനുഭവിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അറിവാണ്. നമ്മളോട് എന്തിനിത് പറയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. എന്തിനാണ് അള്ളാഹു ഇത് പറയുന്നത്? അതിൻ്റെ മുമ്പേ ഖുർആനിൽ ഇങ്ങനത്തെ ധാരാളം മിറക്കിൾസ്, അത്ഭുതങ്ങൾ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ അത്ഭുതങ്ങൾ നമുക്ക് ഈ അത്ഭുതങ്ങൾ ഈ ഒരു 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ
ടെക്നോളജിയൊക്കെ വികസിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ അത്ഭുതങ്ങളെ ഞാൻ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അത്ഭുതങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത്ഭുതം, ഒരു സാധനത്തിന് അത്ഭുതം എന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? രണ്ട് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഒരു സാധനത്തിന് നമ്മൾ അത്ഭുതം എന്ന് പറയാം. ഒന്ന് അത് അസാധാരണമാവുമ്പോഴും, രണ്ടത് അമാനുഷികമാവുമ്പോഴുമാണ്. അസാധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണാത്തൊരു സാധനം പെട്ടെന്ന് നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അത്ഭുതം തോന്നുക. രണ്ട്, അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവിന് അപ്പുറത്തുള്ളതുകൊണ്ടാണ് അമാനുഷികമാകുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളതും നമ്മൾ തന്നെ അത്ഭുതമാണ് എന്നാണ്. നമ്മൾ എല്ലാം അത്ഭുതമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് അത്ഭുതമാണ്. നമ്മൾ പുറത്ത് ചന്ദ്രനെ കാണുന്നത് അത്ഭുതമാണ്. ഈ ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നത് അത്ഭുതമാണ്. എല്ലാം അത്ഭുതമാണ്. അത് അത്ഭുതമായിട്ട് നമ്മൾ പറയാത്തത് എന്തുകൊണ്ടാണ്? അത് അസാധാരണമല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് കൊണ്ട് അത് നമുക്ക് അത്ഭുതമായിട്ട് നമ്മൾ അതിനെ എണ്ണാത്തത് കൊണ്ടാണ്. നമ്മൾക്ക് പെട്ടെന്ന് നടക്കുന്നത് പെട്ടെന്ന് നമ്മൾ പിന്നെ സാധാരണ അല്ലാതെ ഒരു കുട്ടി 7 വിരലുകൾ കൊണ്ട് ജനിക്കുന്നത് വിചാരിക്കുക, നമ്മൾ പറയുന്നത് അതെന്തോ ഒരു അത്ഭുത സംഭവമാണ്. യഥാർത്ഥത്തിൽ 6 വിരൽ കൊണ്ടും 5 വിരൽ കൊണ്ട് ജനിക്കുന്നതും എന്താണ്? അത്ഭുതമാണ് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് എല്ലാം അത്ഭുതമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതില് ഈ മിഅ്റാജിന്റെ സംഭവത്തിൽ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയാണ് സിദ്ദീഖ് എന്നുള്ള പേര് വന്നത് എന്ന സംഭവത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന അത്ഭുതങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ഈ മിഅ്റാജിന്റെ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജനങ്ങൾക്ക് വിശദീകരിച്ചപ്പോൾ വിശ്വാസികളിൽ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്തു, ഇതെങ്ങനെ ഇപ്പോൾ വിശ്വസിക്കുക, ഇത് ഒരാളിങ്ങനെ ആകാശത്തൊക്കെ പോയി വന്നാണല്ലോ, ഇതെങ്ങനെ വിശ്വസിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, അബൂബക്കറിനോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് പോയി ചോദിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ആദ്യം അവരോട് ചോദിക്കുന്നത്, ഇത് മുഹമ്മദ് പറഞ്ഞതാണോ, പ്രവാചകൻ പറഞ്ഞതാണോ? അതെ. എന്നാൽ ഞാൻ അതെന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ അവർ ചോദിക്കും, അതെങ്ങനെ നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറയുന്നത്, ഇതിലും അത്ഭുതകരമായ കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അദ്ദേഹത്തിൽ നിന്നും വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിരന്തരം ഉപരി വേറൊരു ലോകത്ത് നിന്നും ഒരു സന്ദേശം ഖുർആനായിട്ട് വരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എപ്പോഴും നിരന്തരം അദ്ദേഹത്തിന് വരുന്നതായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ എനിക്കിത് വിശ്വസിക്കുന്നതിൽ എന്തില്ല, വിഷയമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളെക്കുറിച്ച് ഉള്ള ഖുർആന്റെ ഒരു ഇതാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്ന അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ നമ്മുടെ മനസ്സിന് കുറെ കൂടെ പ്രാപ്തമാകുന്നതിനുള്ള കുറെ കാരണമുണ്ട്. അതിലൊന്ന്, അള്ളാഹു ഒരിക്കലും അത്ഭുതങ്ങളെ വിശ്വാസത്തെ തെളിയിക്കാനുള്ള ഏക സാധനമായിട്ട് ഉപയോഗിക്കുന്നേ ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, അള്ളാഹു ഖുർആനിൽ പറയുന്നത് എത്ര അത്ഭുതങ്ങൾ മുന്നിൽ വന്നാലും, മലക്ക് തന്നെ ഇറങ്ങി വന്നാലും ഒരാൾ വിശ്വസിക്കാൻ മനസ്സില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല എന്നുള്ളത് ഖുർആന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെ എത്രയോ അത്ഭുതങ്ങൾ ചോദിക്കും, പ്രവാചകൻ പറയുന്നത് ഞാൻ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് തിയറി. അത്ഭുതങ്ങൾ വെച്ചുകൊണ്ട് വിശ്വാസത്തെ തെളിയിക്കുക എന്നുള്ളതല്ല ഖുർആന്റെ ഒരു ഇത്. ഒന്ന്. രണ്ടാമത്, ഒരു വ്യക്തിക്കും സ്വന്തം നിലക്ക് അത്ഭുതങ്ങളോ കറാമത്തോ കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് ഖുർആന്റെ അടിസ്ഥാന തിയറിയാണ്. എന്ന് വെച്ചാൽ പ്രവാചകന്മാർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പ്രവാചകൻ നമ്മൾ ഇടക്ക് ആലോചിച്ച് പോകും, പ്രവാചകൻ അത്രയും പരിഹസിക്കുമ്പോൾ ഒരു അത്ഭുതമൊക്കെ കാണിക്കാൻ പഠിച്ചോനെ സഹായിച്ചൂടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പ്രവാചകൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, എനിക്ക് എന്നെ രക്ഷിക്കാൻ പോലും എന്ത് ചെയ്യില്ല, കഴിയില്ല, പിന്നെയാണല്ലോ നിങ്ങൾക്ക് അത്ഭുതം കാണിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്, ഖുർആൻ അത്ഭുതങ്ങളിലൂടെ ഒരു മായാലോകം നമുക്ക് പരിചയപ്പെടുത്തിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന വിശ്വാസികൾ എപ്പോഴും ഗസയിലെ പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ ഇവിടുന്ന് വളരെ അത്ഭുതം. ഖുർആൻ ഒരിക്കലും അത്ഭുതങ്ങൾ കൊണ്ട് ഒരു മായാലോകത്തെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. ഒരു അമാനുഷികനായ സിദ്ധനെയോ വ്യക്തിയെയോ ഖുർആൻ എന്ത് ചെയ്യുന്നില്ല, അവതരിപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ വഹിയും മിഅ്റാജും എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും ആത്മീയമായ അനുഭവത്തിന്റെ സമാനതകൾ നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹു അതിൽ മനുഷ്യന് എത്താൻ കഴിയുന്ന വലിയ ആത്മീയമായ ദൂരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് സത്യമാണ്. അതേസമയം അതിൻ്റെ അതിരുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം അതാണ് ഇന്ത സിദ്റത്തിൽ മുൻതഹ എന്ന് പറയുന്നതും. പിന്നെ അവിടെ സൂറ ഇസ്രായിൽ എന്താ പറയുന്നത്, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞാൽ അള്ളയാണ് പരിപൂർണൻ. അസ്റാ ബി അബ്ദിഹി, അള്ളാന്റെ അടിമയാണ് അവൻ എന്ത് ചെയ്യുന്നത്, അങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ വഹി കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ധനായിട്ട് പെട്ടെന്ന് ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ജീവിതമല്ല നയിച്ചത്. വഹി കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ചൂട് അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കഴിഞ്ഞിട്ട്
സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ട് അള്ള തന്ന പരീക്ഷണം മറികടന്നിട്ട് തന്നെ എന്ത് ചെയ്യണം, ഓരോരുത്തരും സ്വർഗവും നരകത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ളത് ഇസ്ലാമിന്റെ പാഠമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വഹി എന്ന അത്ഭുതം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂടിപ്പൊതച്ച് കിടന്നതിനെ കുറിച്ചാണ് യാ യുഹൽ മുസമ്മിൽ, അല്ലയോ മൂടിപ്പൊതച്ച് കിടക്കുന്നവനെ എന്ന് പറയുന്നത്. ബഹിഷ്കരണം നടക്കുന്നത് അതിനുശേഷമാണ്. ഇസ്രാവും മിറാജും കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഇസ്രാവും മിറാജും കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഹിജ്റയാണ് സംഭവിക്കുന്നത്. നാടും വീടും വിട്ട് ഓടുകയാണ്. ഭൗതികമായി നോക്കിയാൽ ഏതോ അർത്ഥത്തിൽ തോറ്റു ഓടുന്നത് പോലെ തോന്നുന്ന രീതിയിൽ ഓടുകയാണ് അവര്. അതേപോലെ തന്നെ ബദർ യുദ്ധം നടക്കുന്നത്, ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നതൊക്കെ ഇസ്രാവും മിറാജ് സംഭവമാണ്. അപ്പം ഇസ്ലാം പറയുന്ന ഇത്തരം അത്ഭുതങ്ങളും മിറക്കിൾസിനെ കുറിച്ചും നമുക്ക് കുറെ കൂടെ വിശ്വസിക്കാൻ തോന്നുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു മായാലോകത്തെ പരിചയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് എത്ര വലിയ ആത്മീയ അനുഭവം ഉണ്ടായ ആളാണെങ്കിലും പച്ചയായ ജീവിതത്തിൽ മനുഷ്യരോട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ തരുന്ന പരീക്ഷണങ്ങളെ മറികടന്നാൽ മാത്രമേ പ്രവാചകന്മാരായാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനി മിഅ്റാജ് തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളെ അടുത്ത വിഷയം. മിഅ്റാജ് തരുന്ന പാഠം, ഒന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മീയതയാണ് നമ്മുടെ വ്യത്യസ്തത എന്നത് നമ്മൾ സമ്മതിക്കാതെ നമുക്ക് ഒരു ദിവസം വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുസ്ലിമാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ആത്മീയതയിൽ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ നമുക്ക് 500 റിയാൽ കൊണ്ടുതരും, കടം തരും എന്ന അത്രയും കോൺഫിഡൻസ് നമുക്ക് എന്തുണ്ടാവില്ല. അള്ളാഹു നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും എന്ന വാക്കിന് നമുക്ക് കിട്ടൂല. കാരണം ആത്മീയതയുള്ള കോൺഫിഡൻസ് നമുക്ക് കുറവാണ്. ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങിയിട്ട് വിശ്വാസികളെ സഹായിച്ചിരുന്നു എന്നുള്ളത് ഓതാനൊക്കെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ അതില് പിന്നെ ഈ ലോകത്ത് നടന്ന ഏതോ ഒരു നമ്മൾ കണ്ട ഒരു ചരിത്ര സഹായത്തിന്റെ അത്ര ഒരു വിശ്വാസ്യത നമുക്കില്ലാത്തത്. നമ്മളിത് മാറാതെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് ആത്മീയത. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ നയിക്കുന്ന നമ്മുടെ നിയമങ്ങളും ആദർശവും ഏതിൽ നിന്നാണ് വരുന്നത്? വേറൊരു ലോകത്ത് നിന്നും വരുന്ന സന്ദേശങ്ങളാകുന്ന ഖുർആനാണ് നമ്മുടെ ബേസ്. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? കാണാൻ കഴിയാത്ത ഒരു സൃഷ്ടാവിനോടാണ്. ആത്മീയമായിട്ടാണ് നമ്മുടെ കണക്ഷൻ. നമ്മൾ എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്? കാണാൻ കഴിയാത്ത ഒരു സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ സ്ട്രഗിളും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആത്മീയതയാണ് നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ സവിശേഷത, നമ്മുടെ സ്പെഷ്യാലിറ്റി, നമ്മുടെ ഡിഫറൻസ്, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ എന്താണ്? ആത്മീയതയാണ്. ഇത് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് ഭൗതികനായ ഒരാൾ തളരുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? തളർന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലെ സൂറ ബഖറ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബാണ്. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കലാണ് വിശ്വാസിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതൊന്നും വേണ്ട, നിസ്കരിക്കുമ്പം ആത്മീയത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിസ്കരിക്കാൻ കഴിയാം? മുന്നിൽ അള്ളാഹ് ഉണ്ട് എന്ന വിശ്വാസം ഇല്ലെങ്കിൽ ആ നിസ്കാരം തന്നെ ഒരു എക്സസൈസ് മാത്രമാണ്, വേറെ പ്രസക്തി അതിലില്ല. അപ്പോൾ ഒന്നാമത്തെ പാഠം, മിഅ്റാജ് തരുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ആത്മീയതയാണ് നമ്മുടെ ഡിഫറൻസ്, ആത്മീയതയാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ളതാണ്. രണ്ടാമത്തെ പാഠം, മിഅ്റാജ് തരുന്ന രണ്ടാമത്തെ പാഠം, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധവും ബന്ധമില്ലായ്മയും കാണിക്കുന്ന ഇൻസിഡൻ്റ് ആണ് ഇന്നത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം. ഇന്നത്തെ ആയത്തുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ആയത്തും കഴിഞ്ഞ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം അള്ള പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധമില്ലായ്മയും അള്ള പറയുന്നുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ ബേസാണ്. ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ള നമ്മുടെ ഏറ്റവും അടുത്താണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ പാഠമാണ്. അതേസമയം അള്ളാഹിനെ പോലെ നമുക്ക് ആകാനെ, അള്ളാഹിൻ്റെ സത്താപരമായിട്ട് വലം യകുല്ലഹു കുഫുവൻ അഹദാണ്. ഇവിടെയാണ് പല മതങ്ങളും തെറ്റിപ്പോകുന്നത്. അള്ളാഹുവും ദൈവമായിട്ടുള്ള സ്നേഹം കൂടിക്കൂടി ദൈവപുത്രനും ദൈവം തന്നെ മനുഷ്യനുമായി പോകുന്നത് ഈ അതിരുകൾ കൃത്യമല്ലാത്തതുകൊണ്ടാണ്. ഇസ്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ് നിങ്ങളുടെ അടുത്താണ്, എപ്പോൾ വിളിച്ചാലും അവൻ കൂടെ ഉണ്ടാവും. അതേസമയം അള്ളാഹിനെ പോലെ ഒരു സൃഷ്ടിയും, സൃഷ്ടാവിനെ പോലെ ഒരു സൃഷ്ടിയും ഇല്ല എന്ന ബന്ധമില്ലായ്മയും പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ആയത്തുകളെ നോക്കി നോക്കുക. ഈ ആയത്ത് വഹീനെ കുറിച്ച് പറയുന്നതിന് മുന്നേ പറയുന്നത് വൻ നജ്മി ഇദാ ഹവ എന്നാണ്. നക്ഷത്രം താഴേക്ക് വീഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുന്നത് വമാ യന്തിഖു അനിൽ ഹവ, പ്രവാചകൻ വീഴാതെ നിന്നത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യുന്നത്? അള്ളാഹുമായിട്ടുള്ള ബന്ധം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം എങ്ങോട്ടാണ് വരുന്നത്? താഴത്തേക്കാണ് വരുന്നത്. വരുന്നുണ്ട്,
വരുന്നുണ്ട് എന്നുള്ളത് നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ വരുന്നത് എവിടെ നിന്നാണ്? താഴേക്കാണ് വരുന്നത്. മിഅ്റാജും ഇസ്രാവും സംഭവത്തിലും ആ സംഭവത്തിനുള്ള സാധ്യത പ്രവാചകനുണ്ട്. പക്ഷെ അവിടെയും ജിബ്രീൽ മോളിന്ന് താഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നസ്ലാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് യഗ്ഷ സിദ്റത്ത മാ യഗ്ഷ എന്ന പ്രയോഗം എന്താണ്? ആത്മീയത സാധ്യമാണ് എന്നതോടൊപ്പം തന്നെ ആത്മീയത സാധ്യമാവുമ്പോഴും സൃഷ്ടാവ് എപ്പോഴും സൃഷ്ടിയുമായിട്ടുള്ള സത്താപരമായിട്ടുള്ള അകലം എന്ത് ചെയ്യും? എപ്പോഴും ഇസ്ലാം കൃത്യമായി പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, അള്ളാഹ് നമ്മളെ ഏറ്റെടുക്കും എന്ന ആത്മവിശ്വാസമാണ് മിഅ്റാജും ഇസ്രാവും ചേരുന്നത്. ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രാവും മിഅ്റാജും നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഠം ജീവിതത്തിൻ്റെ ചൂടിൽ തരുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു ഏത് സന്ദർഭത്തിലും ഏറ്റെടുക്കും എന്ന ആത്മവിശ്വാസവുമാണ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വഹി എപ്പോഴാണ് നടക്കുന്നത്? വഹി നടക്കുന്നത് ഒരു മനുഷ്യൻ അറിവിന് വേണ്ടിയിട്ടും മാർഗദർശനത്തിന് വേണ്ടിയിട്ടും കൂരിരുളിൽ അലയുമ്പോഴാണ് ഒരു ഗുഹയുടെ അന്ധകാരത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു അവനുമായി ബന്ധപ്പെടുന്നത്. എന്ന് വെച്ചാൽ മാർഗദർശനത്തിന് വേണ്ടി ഒരു മനസ്സ് തേടുമ്പോഴാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? അവനായിട്ട് ബന്ധപ്പെടുന്നത്. എപ്പോഴാണ് മിഅ്റാജ് നടക്കുന്നത്? മിഅ്റാജ് നടക്കുന്നത് ഖദീജ ബീവി മരണപ്പെടുന്നു. നമുക്ക് ഇത് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഷ്ടവും വിടവും. ഖദീജ ബീവി എന്ന് പറയുന്നത് പ്രവാചകനെ ഏറ്റെടുത്ത് ശക്തി കൊടുത്ത് പിന്നെ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവന്ന ഖദീജ ബീവി ഇല്ലാതാവുന്നു. അബൂ താലിബ് ഇല്ലാതാവുന്നു. തായിഫിലെ സംഭവത്തിൽ കുട്ടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുന്നു. ഇങ്ങനെ ഒന്നുമല്ലാതായി ദുഃഖം കൊണ്ട്, സ്ട്രെസ് കൊണ്ട്, മാനസിക സമ്മർദ്ദം കൊണ്ട് ഈ ദൗത്യം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റപ്പെടുമ്പോൾ, ഒറ്റപ്പെട്ട് ഉള്ളിൽ നിന്നും അള്ളാഹനെ തേടുമ്പോഴാണ് ഇസ്രാവും മിഅ്റാജും നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളുമായിട്ട് ബന്ധപ്പെടും എന്ന ആത്മവിശ്വാസം തരുന്നതോടൊപ്പം തന്നെ എപ്പോഴാണ് ബന്ധപ്പെടുക എന്നതും കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തേടുമ്പോൾ, കേഴുമ്പോൾ, കരയുമ്പം, കണ്ണുനീര് വരുമ്പം, നമ്മൾ ഒന്നുമല്ലാതാവുമ്പം അള്ളാഹുവിൽ നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവൻ നമ്മളുമായിട്ട് ബന്ധപ്പെടും. മിഅ്റാജ് രാവിലെ കാറ്റ് എന്ന് മലയാളത്തിൽ വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വരി മരുഭൂ തണുപ്പിച്ച കാറ്റ് എന്നാണ്. ആ മരുഭൂ എന്തിനാണ് തണുപ്പിക്കുന്നത്? ആ മരുഭൂമി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ്. അത്രയും കത്തി നിന്നിട്ടുള്ള ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൊണ്ടുപോയിട്ട് ആയത്തുൽ കുബ്ര എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, നിങ്ങൾ സൂറ ഇസ്രാ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആയത്തിലാണ് ഇസ്രാവിനെ കുറിച്ച് പറയുന്നത്. ആ ആയത്ത് അവസാനിക്കുന്നത് ഇന്നഹു ഹുവ സമീഉൽ ബസീർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു ആരാണ്? എപ്പോഴും നമ്മളെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന അവനാണ് എന്ന ആത്മവിശ്വാസം തരുന്നത് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴൊക്കെ ദുഃഖം കൊണ്ട് നീറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ സാക്ഷിയാണ്. അതിലൊന്ന് ഏതാണ്? നമുക്കറിയാവുന്ന ഏതാണ്? എപ്പോഴാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയ കുറച്ചു കാലം നിന്നിട്ട് മനസ്സ് നീറി പടച്ചവൻ എന്നോട് ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുമ്പം വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നത് എപ്പോഴാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിക്കുമാണ്. നിനക്ക് ആൺകുട്ടികളില്ല, നിന്റെ എന്താണ് മൊത്തം തലമുറ അറ്റുപോകും എന്ന് പറയുമ്പോഴാണ് ഇന്ന ഔതൈന കൽ കൗസർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്തിറക്കുന്നത് എന്ന് കാണാം. അപ്പോൾ മുന്നേയും എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അള്ളാഹു ഏറ്റെടുത്ത് ഇത് തരുന്നൊരു പാഠം, ഇത് ഇസ്ലാമിൻ്റെ വലിയ പാഠമാണ്, നമുക്ക് മനസ്സിലാകാതെ പോകുന്നൊരു പാഠമാണ്. ദുഃഖം, മാനസിക സമ്മർദ്ദം, നഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു വികാരങ്ങളല്ല. അതാണ് ശരിക്ക് സന്തോഷത്തിലേക്കും നമ്മളെ ഉയർച്ചയിലേക്കും അള്ളാഹു കാണിച്ചു തരുന്ന ഉയരാനുള്ള പ്ലാറ്റ്ഫോമാണ്. പലപ്പോഴും നമ്മളെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തകർന്ന നിമിഷം നമ്മൾ വല്ലാണ്ട് തകർന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ തകർച്ച നമ്മളെ എവിടെയൊക്കെയോ എത്തിക്കുന്നുമുണ്ട്. നമുക്ക് നഷ്ടങ്ങൾ വരുമ്പം ആ നഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പുതിയ മനുഷ്യനാക്കി പല സ്ഥലത്തും എത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ വീഴ്ചയും ചിലപ്പം നമുക്ക് ഉയരാനുള്ള ഉയർച്ചയുടെ ഒരു തുടക്കം ആയിരിക്കും. ഓരോ തകർച്ചയും ചിലപ്പം അള്ളാഹിൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് കയറാനുള്ള വിടവായിരിക്കും ഓരോ തകർച്ചയും. റൂമി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വൂണ്ട് ഇസ് ദ പ്ലേസ് വെയർ ദ ലൈറ്റ് എൻറ്റേഴ്സ് യു എന്നാണ്. മുറിവ് എന്നത് വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുറിവ് എന്നുള്ളത് വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു തുറസ് വേണ്ടേ ഉള്ളിലേക്ക് വെളിച്ചം കടക്കാൻ, അത് മുറിവാണ് എന്ന് റൂമി പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ
പ്രവാചകന്മാർക്ക് ഇത്തരം പിന്നെ ആത്മീയ അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ, മാനസിക സമ്മർദ്ദത്തിൻ്റെ സമയത്ത് ധാരാളം നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അതിൽ മറിയം ബീവിയുടെ ഒരു സംഭവം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ്. നമ്മൾ പ്രവാചകന്മാരെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. മറിയം അലൈഹി ഇസ്ലാമിനെ വെച്ചുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ്? ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന സന്ദർഭം അവരുടെ പ്രസവത്തിന്റെ സമയമാണ്. ആ പ്രസവത്തിന്റെ സമയത്തെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീ ആത്മീയത അനുഭവിക്കുന്നത് എന്നത് പറയുന്ന ഒരു ഭാഗം സൂറ മറിയമിലുണ്ട്. പേറ്റുനോവ് അവൾ എന്ത് ചെയ്തു? ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ എത്തിച്ചു. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്? മറിയം ബീവിയുടെ അടുത്താണ്. ഒരു ഈത്തപ്പനന്റെ അടുത്ത് പ്രസവ വേദനയായിട്ട് മറിയം ബീവി ഇങ്ങനെ ഇരിക്കുകയാണ്. കാലത്ത് അവർ പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതൊന്ന് നടക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, അത്രയും വേദന, മരിച്ചു പോയിരുന്നെങ്കിൽ. വകുൻതു നസിയൻ മൻസിയ, എന്നെ എല്ലാവരും മറന്നു പോയിരുന്നെങ്കിൽ. കാരണം എന്താണ്? ഭർത്താവില്ലാതെ പ്രസവിക്കുന്നു എന്നുള്ള വേറൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ആത്മീയത എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ദുഃഖമാണ്, വേദനയാണ്. അതേസമയം അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന പിന്നെ അവരോട് ഫനാദാഹ മിൻ തഹ്തിഹ, അവരുടെ താഴെ നിന്ന് അവളെ വിളിച്ചറിയിച്ചു. അള്ളാഹു സൃഷ്ടാവ് വിളിച്ചറിയിച്ചു, അല്ലാ തഹ്സനി, നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഖദ് ജഅല റബ്ബുക്കി തഹ്തക്കി സരിയ, നിന്റെ റബ്ബ് നിനക്ക് താഴെ നിന്ന് ഒരു അരുവി പുറപ്പെടുവിച്ചിരിക്കുന്നു. വഹുസ്സി ഇലൈക്കി തുസാക്കിത് അലൈക്കി റുതബൻ ജനിയ, നീ ആ ഈത്തപ്പനയുടെ തടിയൊന്ന് കുലുക്കി നോക്കുക, അത് നിനക്ക് പുതിയൊരു ഈത്തപ്പഴം. ഇതൊക്കെ പിന്നെ ഒരു തരത്തിൽ സിംബോളിക്ക് കൂടിയാണ്. എന്ന് വെച്ചാൽ കരയുമ്പം അള്ളാഹു എന്ത് ചെയ്യും? നിനക്കൊരു അരുവി ഒഴുക്കി തരും. നീ ആ ഈത്തപ്പന ഒന്ന് കുലുക്കി നോക്കുക, എന്ത് ചെയ്യും? അതിൽ നിന്ന് ഈത്തപ്പഴം വരും. വകുലി വഷ്റബി വഖർരി ഐന, അത് നീ തിന്നുകയും പിന്നെ കുടിക്കുകയും ചെയ്യുക, കൺകുളിർമ അത് നിനക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ദുഃഖത്തിന്റെ സമയമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ വീണ സംഭവം നമുക്ക് അറിയാം. കിണറ്റിൽ വീഴുമ്പം എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ആ കിണറ്റിൽ വീണ സമയത്ത് സൂറ യൂസുഫിൽ 15-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് വഔഹൈനാ ഇലൈഹി, യൂസുഫ് നബി അലൈഹി സ്വലാമിന് അന്നേരം വഹിയ കൊണ്ട് അള്ളാഹു അറിയിച്ചു, ല തുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ, നീ അവർക്ക് ഭാവിയിൽ എന്ത് ചെയ്യും? ഈ സംഭവത്തിന്റെ ഒരു യുക്തി അവർക്ക് നീ തന്നെ പറഞ്ഞു കൊടുക്കും. അതാണ് കുറേ കാലത്തിന് ശേഷം രാജകൊട്ടാരത്തിൽ നിന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട് എന്ത്? അപ്പൊ കിണറ്റിലാകുന്ന സന്ദർഭം മാത്രം ആലോചിച്ചാൽ നമ്മൾ കിണറ്റിലായി എന്നാണ് വിചാരിക്കുക. അള്ളാഹ് പറയുന്നത് നമ്മൾ കിണറ്റിലാകുന്ന സന്ദർഭം, നമ്മൾ പ്രസവ വേദന കൊണ്ട് ഒന്നുമില്ലാതായി പോകും എന്ന് പറയുന്ന സന്ദർഭം, നമ്മൾ ജോലി നഷ്ടപ്പെട്ട ആരും കൂടെ ഇല്ല എന്ന് അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ, ആ ഓരോ സന്ദർഭവും ഒരു മിഅ്റാജിന്റെ അവസരമാണ്. ഓരോ ദുഃഖത്തിന്റെ അവസരവും ഓരോ മിഅ്റാജിന്റെ അവസരമാണ്. അള്ളാഹ് നമ്മളുമായിട്ട് ബന്ധപ്പെടും എന്നതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ പാഠം അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും എന്നുള്ളതാണ്. 4-ാമത്തെ പാഠം പക്ഷേ അള്ളാഹിന്റെ ബന്ധത്തിന് നമ്മൾ അർഹത നേടണം എന്നുള്ളതാണ്. അള്ളാഹിന്റെ ബന്ധത്തിന് അർഹത നേടിയാലേ അള്ളാഹ് പിന്നെ ഫദുക്റൂനി അതുക്കുറുക്കും, നീ എന്നെ ഓർക്കുക ഞാൻ നിന്നെ ഓർക്കും. അപ്പൊ അർഹത നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് കാണിച്ചു തരുന്ന സംഭവമാണ് നമ്മൾ പറയില്ല, ഇസ്രാ മിഅ്റാജ് വളരെ മിറക്കിളാണ്, അത്ഭുതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തുറന്നു എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ഹൃദയം തുറന്നത്? പക്ഷെ ഹൃദയം തുറന്നിട്ട് ഉള്ളിലേക്ക് ഇടുന്നത് എന്താണ് എന്നതാണ്. ഒരു സ്വർണത്തിന്റെ തളികയിൽ വിശ്വാസവും വിവേകവും കൊണ്ടുവന്നിട്ട് ആ മലക്കുകൾ എന്ത് ചെയ്യുന്നു? പ്രവാചകന്റെ ഹൃദയത്തിൽ നടക്കുന്നു എന്നാണ് സംഭവം. എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് കയറിപ്പോണെങ്കിൽ എന്ത് നിറയെ വേണം? വിശ്വാസം വേണം, വിവേകം വേണം, അറിവും വിജ്ഞാനവും ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ഈമാൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹുമായിട്ട് ബന്ധപ്പെടുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് എപ്പോഴാണ് നമ്മളായിട്ട് ബന്ധപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. വിഷമിക്കുമ്പോൾ അവൻ മാത്രമേ ഉള്ളൂ എന്ന ഉറപ്പ് എന്ത് ചെയ്യണം? ഉള്ളിൽ വേണം. നമ്മൾ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല, അവൻ എങ്ങനെയും എന്നെ ഏറ്റെടുക്കുമെന്ന ആത്മവിശ്വാസം എന്ത് ചെയ്യണം? ആ ഈമാൻ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു, തായിഫ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രാവും മിഅ്റാജും സംഭവിക്കുന്നത്. തായിഫില് ഇതൊന്നും ശരിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ണിന്ന് വെള്ളം വന്നു പോകുന്ന സംഭവമാണ് തായിഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ
മക്കയിൽ അത്രയും വലിയ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരു നാട്ടിൽ പോയിട്ട് കുറേ ആൾക്കാരോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ആ നാട്ടിലെ കുട്ടികൾ നമ്മളെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന രംഗത്തെക്കുറിച്ച് ആലോചിക്കും. കുട്ടികൾ പ്രവാചകനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. എന്നിട്ട് ആ കാലിൽ നിന്ന് ചോര വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് ഓരത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാജിന് അർഹത കൊടുത്തത് എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്നും മനസ്സിലാവും. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ റബ്ബേ, ഞാൻ നിന്നോട് എൻ്റെ വേദനകൾ അറിയിക്കുന്നു. വേറെ ആരോടല്ല, നിന്നോട്. റഹ്മാനും റഹീമുമായവനെ, നീയാണല്ലോ വേദനിക്കുന്നവരുടെ നാഥൻ. നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ആരുടെ ഇഷ്ടക്കേടും എനിക്ക് പ്രശ്നമല്ല. ഇതാണ് ഈമാൻ. ഏത് വേദന അനുഭവിക്കുന്നതും എനിക്ക് പ്രശ്നമല്ല. നിന്റെ മുഖത്തെ വെളിച്ചത്തിൽ ഞാൻ അഭയം തേടുന്നു എന്നുള്ളതാണ്. ഈ ഈമാൻ ഉള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് മിഅ്റാജ് സംഭവിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേദനിക്കാത്തത് കൊണ്ടല്ല, നമുക്ക് ഈ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു സൂഫി പണ്ഡിതൻ അദ്ദേഹം പറയുന്നത്, ഈ ഇസ്രാ മിഅ്റാജ് സംഭവം അള്ളാഹു എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ തെരഞ്ഞു. ആരുടെ ഹൃദയത്തിലാണ് അള്ളാഹുവിനെ പിരിഞ്ഞതിൻ്റെ പ്രണയവേദന കൂടുതലുള്ളത് എന്നറിയാൻ. അപ്പം അള്ളാഹ് എന്ത് ചെയ്തു? ആരുടെ ഹൃദയത്തിലാണ് അവനെ പിരിഞ്ഞതിൻ്റെ വേദന ഏറ്റവും ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തെരഞ്ഞു. മുഹമ്മദിൻ്റെ ഹൃദയത്തിലാണ് വിരഹവേദനയുടെ ആധിക്യം അള്ളാഹു കണ്ടത് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ക്വാളിഫൈ ആകുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി ആറാമത്തെ പാഠം എന്ന് പറയുന്നത്, മിഅ്റാജ് തരുന്ന ആറാമത്തെ പാഠം വിശ്വാസിയുടെ മിഅ്റാജ് നമസ്കാരമാണ് എന്നുള്ളതാണ്. വിശ്വാസിയുടെ മിഅ്റാജ് നമസ്കാരമാണ് എന്ന് പറയാൻ കാരണം, മിഅ്റാജിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയിട്ട് അള്ളാഹ് കൊടുക്കുന്ന സമ്മാനം നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നേരത്തെ പറഞ്ഞ പോയിന്റിനോടൊക്കെ അലൈൻ ചെയ്തിട്ടുള്ളൊരു പോയിന്റാണ്. മിഅ്റാജ് എന്ന ആത്മീയ അനുഭവം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഭയങ്കര സിദ്ധനായിട്ട് ഫുൾ ആത്മീയ അനുഭവമല്ല, നമസ്കാരത്തിലൂടെ പിന്നെയും എന്ത് ചെയ്യണം? അള്ളാഹിനെ ബന്ധപ്പെടാനുള്ള ടൂൾ കൊടുക്കുകയാണ്. നമ്മുടെ മിഅ്റാജ് എന്താണ്? നമസ്കാരമാണ് എന്നുള്ളതാണ്. അപ്പം മിഅ്റാജ് എന്താണ് എന്ന് മനസ്സിലായാൽ നമസ്കാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? 5 നേരം നമ്മുടെ എല്ലാ വിഷമവും പ്രശ്നങ്ങളും പറഞ്ഞ് പടച്ചവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ സാമീപ്യത്തിൻ്റെ ചൂട് അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ നമസ്കാരങ്ങളും എന്നാണ്. സിദ്റത്തുൽ മുൻതഹൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ യഅ്ഷ എന്താണ്, ആ മൂടുന്നത് അനുഭവിക്കാനുള്ള അവസരമാണ് നമസ്കാരം. നമ്മളെ നമസ്കാരം എപ്പോഴും ഭൗതികമായ ചിന്തയിലും ആ മുസല്ലയിലും ലോകത്തും മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അള്ളാഹ് തന്ന ഈ സമ്മാനം നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മിഅ്റാജ് നടക്കുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള 5 നേരം അള്ളാഹിൻ്റെ ആലിംഗനം അനുഭവിക്കാനുള്ള അവസരമാണ് മിഅ്റാജ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നമസ്കാരത്തിന് മുന്നേ എന്താ ചെയ്യുന്നത്? വുദുവാണ് എടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി വിശ്വാസവും വിവേകവുമാണ് നടക്കുന്നത്. ഏതോ അർത്ഥത്തിൽ എന്തുണ്ട്? എന്തോ ഒരു സിംബോളിസം എന്തുണ്ട്? വുദുവിനുണ്ട്. നമ്മൾ നമസ്കാരം എന്ന മിഅ്റാജിന് പോകുന്നതിന് മുമ്പേ ഹൃദയം കഴുകുന്ന, അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ കഴുകിയാലും മൊത്തം ശരീരം വൃത്തിയാവുമല്ലോ, ഒരു തരത്തിൽ മാനസികമായ ഒരു പരിശുദ്ധി, ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നതിൻ്റെ ഇതായിരിക്കും. നമസ്കാരം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനത്തെ പാഠം, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു യാത്രയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ, നിരശ്ചീനം എന്ന് പറയില്ല നമ്മൾ. നിരശ്ചീനം എന്ന് പറഞ്ഞാൽ എന്താ, ഹൊറിസോണ്ടൽ ഇങ്ങനെ പോകില്ലേ, അതാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള യാത്രയാണ്. രണ്ടിനും ഞാൻ പറഞ്ഞില്ല, 2 സൂറത്തുകളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്രാ കാണിക്കുന്നത് ആത്മീയതയുടെ ഭൗതികമായ തലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കരിക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രപരമായ കണ്ണിയെയാണ് കാണിക്കുന്നത്. ആത്മീയത ഏതോ ഉപരിലോകത്തല്ല, മനുഷ്യരുടെ ഇടയിലാണ് എന്ന് കാണിക്കുന്നത് ഇസ്രാ ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആത്മീയതയാണ്. മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ഒക്കെ ബന്ധം കാണിക്കുന്നത് ഇസ്രാ എന്നുള്ള ചലനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ ഇസ്രായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് 2 പ്രവാചകന്മാരെ കുറിച്ചാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുമാണ് സൂറ ഇസ്രായിൽ പിന്നെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഭൂമിയിലെ ദൗത്യത്തെക്കുറിച്ചാണ് ഇസ്രാ കാണിക്കുന്നത്.
അതേസമയം ആ ദൗത്യം ഭൗതികം മാത്രമല്ല ആത്മീയമാണ് എന്നാണ് കാണിക്കുന്നത്. അതേസമയം ഒരു വിശ്വാസിയുടെ കണക്ഷൻ മുകളിലേക്കും കൂടി ആണ്. അതാണ് മിഅ്റാജ് കാണിക്കുന്നത്. ആത്മീയതയുടെ അഭൗതിക തലമാണ് എന്ത് ചെയ്യുന്നത്, മിഅ്റാജ് കാണിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം ശരിക്ക് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫിലോസഫി ഒന്നല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന് ഭാര്യമാരോട് വളരെ ഇഷ്ടമായിരുന്നു, അവരോട് കുറേ സമയം ചെലവഴിക്കുമായിരുന്നു. പക്ഷെ ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യും, അപ്പം പ്രവാചകൻ അവിടെ ആ പരിസരത്ത് കാണൂല എന്നുള്ളത്. നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോഴും നമ്മുടെ ആത്മീയമായിട്ടൊരു മിഅ്റാജ്, ഒരു കണക്ഷൻ മുകളിലാവും. മുകളിൽ കണക്ഷൻ ആകുമ്പോഴും ഏതോ ഒരു സിദ്ധനോ സൂഫിയെ പോലെ എവിടെയോ നിൽക്കുന്നതല്ല, ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ കൂടെ നിൽക്കുന്നതാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പം അതിനൊരു ഉദാഹരണം കൂടിയാണ് അലി ശരീഅത്തി തവാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ആരെയാണ്? ഹജ്ജിന് ആരെയാണ് കാണാൻ പോകുന്നത്? അള്ളാഹിനെ കാണാനാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? മനുഷ്യരുടെ ഇടയിൽ തന്നെ കറങ്ങാനാണ് പറയുന്നത് എന്നുള്ളതാണ്. മനുഷ്യരുടെ ഇടയിൽ കറങ്ങിയാൽ മാത്രം പോരാ, വിയർക്കുന്നവരുടെ തോളോട് തോള് ചേർന്നിട്ട് എന്ത് ചെയ്യണം? കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? തോളോട് ചേർന്ന് കറങ്ങിയാലേ നമുക്ക് ആരെ അനുഭവിക്കാൻ കഴിയുള്ളൂ? അള്ളാഹിനെ അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇസ്രാവും മിഅ്റാജുമാണ് കാണിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് പറയുന്നത് വിശ്വാസിയുടെ ശരീരം ഭൂമിയിലും ആത്മാവ് സ്വർഗത്തിലുമാണ് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇസ്രാ മിഅ്റാജ്. ധാരാളം പാഠങ്ങൾ ഇനിയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ജീവിതത്തിൽ പിന്നെ പകർത്തേണ്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ആത്മീയതയിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏത് സെക്കുലർ ലോകത്തും ആര് എത്രയൊക്കെ ടെക്നോളജി വികസിച്ചാലും, എത്രയൊക്കെ മതേതരനായ ആളുടെ മുന്നിൽ നമ്മൾ സംസാരിക്കേണ്ടി വന്നാലും, എത്ര പരിഷ്കാരനായാലും, ഏത് MNCയിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ശക്തി ആത്മീയതയാണ്. അൽഹംദുലില്ലാ എന്ന് പറയേണ്ടടുത്ത് ഏത് സദസ്സിലാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ആർജവം നമുക്ക് ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുറച്ച് അള്ളാഹ് തരും എന്ന ഇതിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ആത്മീയതയിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കാം. 2, ദുഃഖവും പരീക്ഷണവും നെഗറ്റീവ് അല്ല, പോസിറ്റീവ് കൂടിയാണ്. അള്ളാഹു നമുക്കൊരു മിഅ്റാജിനുള്ള അവസരമായിരിക്കും അതിലൂടെ തരുന്നത് എന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഉറച്ച് വിശ്വസിക്കുക. 3, നമുക്ക് മിഅ്റാജ് സംഭവിക്കണമെങ്കിൽ അള്ളാഹു തരും, അള്ളാഹു ഏറ്റെടുക്കും എന്നുള്ള ഉറച്ച ഈമാൻ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ആദ്യം ഉയരേണ്ടുന്ന കൈ അള്ളാഹിൻ്റെ അടുത്തേക്കാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. 4, നമസ്കാരം എന്ന മിഅ്റാജിൻ്റെ അവസരത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ആ നമസ്കാരത്തിൽ നമ്മൾ തന്നെ എവിടെയോ എത്തുന്നത് പോലെ തന്നെയുള്ളൊരു ഡിസ്കണക്ഷൻ ഭൂമിയുമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നമസ്കാരത്തിൽ സംഭവിക്കണം. പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രതിസന്ധിയുടെയും അവസരത്തിൽ അവനെ അനുഭവിക്കാനുള്ള മിഅ്റാജുകൾ നമ്മുടെ ജീവിതത്തിലും അള്ളാഹു തന്ന് നമുക്ക് സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ. അള്ളാഹു അവനെ അറിയാനും അവൻ്റെ സാമീപ്യം അനുഭവിക്കാനും കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പെടുത്തി തെരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.